ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ചിത്രം വരക്കുന്നതല്ല, ഒരു വരച്ച ചിത്രം, നമ്മൾ തയ്യാറാക്കിയ ചിത്രം എങ്ങനെയാണ് ജഡ്ജസിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഭംഗിയായി ചിത്രം വരച്ച ഏറ്റവും സമർത്ഥമായ, ഏറ്റവും നന്നായിട്ട് ചിത്രം വരച്ചാൽ മാത്രം പോരാ. അത് ജഡ്ജസിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ തനിക്ക് പഠിക്കാനുള്ള, എൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ UP-യിലുള്ള കുട്ടിയാണെങ്കിൽ 5, 6, 7 ക്ലാസ്സുകളിൽ ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഗണിതാശയങ്ങൾ ഇതിലെവിടെയൊക്കെയാണ് വരുന്നതെന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കണം. LP തലത്തിലുള്ള കുട്ടികളാണെങ്കിൽ പ്രധാനമായിട്ടും 3, 4 ക്ലാസ്സുകളിൽ വരുന്ന ഗണിതാശയങ്ങൾ, ചിലപ്പോൾ 2ാം ക്ലാസ്സിലൊക്കെ ഉണ്ടാവും. അതൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ ഈ ചിത്രത്തിലൂടെ ഞാൻ വരച്ച് കാണിക്കുന്നത് എന്ന് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അപ്പോൾ അത് കഴിയണമെങ്കിൽ നിങ്ങളത് ആ ചിത്രത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം. പഠിക്കാനുള്ള ഭാഗവും ഈ ചിത്രവുമായിട്ടുള്ള ബന്ധം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ ഓരോ വീഡിയോയിലും അത് പറയുന്നുണ്ടെങ്കിലും ഒരു പ്രസന്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ള പലരും ഇങ്ങനെ തൊട്ട് കാണിച്ചുകൊണ്ട്, കൈകൊണ്ട് ഒരിക്കലും തൊടരുത്. അതിന് നീളമുള്ള ഒരു പെൻസിലോ അല്ലെങ്കിൽ സ്കെയിലിന്റെ നാറ്റോ ഉപയോഗിക്കാം. കൈ കൊണ്ട് ഒരിക്കലും തുടരുത്. അപ്പോൾ അതുപോലെ ഏത് ചാർട്ട് ഉപയോഗിക്കണം, ചാർട്ട് പഠിക്കാൻ നിങ്ങൾ സാധാരണഗതിയിലുള്ള കട്ടി കുറഞ്ഞ വെള്ള ചാർട്ട് ഉപയോഗിച്ചാൽ മതി. പക്ഷെ മത്സരത്തിന് പോകുമ്പോൾ ഐവറി കാർഡ്, വെള്ള ഐവറി കാർഡ്, അതിന് ലേശം വിലയുണ്ട്. ഒന്നിന് 25 രൂപയോളം ഉണ്ടാവും. പിന്നെ ഐവറി നിറത്തിലുള്ള അല്ല, പ്യുർ വൈറ്റ്, നല്ല കട്ടിയുള്ള വെള്ള കാർഡ്, അതാണ് അതിന്റെ കട്ടി, തിക്നെസ് കടക്കാരോട് പറയേണ്ടത് 300 GSM, 300 GSM, 300 GSM നല്ല കട്ടിയുള്ള കാർഡ് ഷീറ്റ് ആവും. അങ്ങനെയാവുമ്പോൾ നിങ്ങൾ പറയുന്ന പല കംപ്ലൈന്റും ഉണ്ടാവില്ല. കളറ് പടരില്ല, ചാർട്ട് കോടിപ്പോവില്ല, കീറിപ്പോവില്ല. പ്രധാനമായിട്ടും കട്ടി കുറഞ്ഞ ചാർട്ടാവുമ്പോൾ കുട്ടികൾ വരച്ച് കളർ കൊടുക്കുന്ന സമയത്ത് ചാർട്ടിന് നനവുണ്ടാവും, കീറിപ്പോകാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് കട്ടിയുള്ള തന്നെ വേണം, ഐവറി ഷീറ്റ് തന്നെ വേണം. മറ്റൊന്ന് ഉപയോഗിക്കുന്ന കളർ ഞാൻ പലവട്ടം കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരു വട്ടം കൂടെ കാണിച്ചു തരാം. ഡോംസിന്റെ ബ്രഷ് പെൻ സെറ്റാണ് നമുക്ക് ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലത്. അതിന്റെ ഡാർക്ക് കളർ സെറ്റ് ഞാൻ അതിന്റെ പെട്ടി ഉൾപ്പെടെ എല്ലാം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ ഡോംസിന് തന്നെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഉണ്ട്. നിങ്ങൾ വാങ്ങേണ്ടത് ഡാർക്ക് ഷെയ്ഡ് ഡോംസിന്റെ സെറ്റാണ്. അതും ലേശം വിലയുള്ളതാണ്. ഒരു സെറ്റിന് 200 രൂപ വിലയുണ്ട്, റീറ്റെയിൽ പ്രൈസ്. മറ്റൊന്ന്, മീറ്റർ സ്കെയിൽ നിങ്ങൾ ഉപയോഗിക്കണ്ട. ഇത്തരത്തിലുള്ള ചിത്രങ്ങളെല്ലാം ഉണ്ടാക്കാൻ നമുക്ക് 30 സെന്റിമീറ്റർ പ്ലാസ്റ്റിക് സ്കെയിൽ മാത്രമേ ഉപയോഗിക്കാവൂ. മരത്തിന്റെ സ്കെയിലോ മെറ്റൽ സ്കെയിലോ നിങ്ങൾ ഉപയോഗിക്കരുത്. മറ്റൊന്ന്, ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള എല്ലാ ഉപകരണങ്ങളും വളരെ കൃത്യതയോടെ ഉള്ളതായിരിക്കണം. ബോക്സിൽ 2 പെൻസിൽ, 2 എന്ന് പറയുമ്പോൾ 1.5 പെൻസിലേ വേണ്ടൂ. 1.5 പെൻസിൽ, ഈ അര പെൻസിൽ സ്ഥിരമായി കോമ്പസിന്റെ അകത്ത് വേണ്ടതാണ്. അപ്പോൾ നീളമുള്ള ഒരു പെൻസിൽ എപ്പോഴും നേർവര വരക്കാൻ, സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ ഒരിക്കലും കോമ്പസിലുള്ള പെൻസിൽ കൊണ്ട് നിങ്ങൾ വരയ്ക്കരുത്. പല ക്യാമ്പിലും ഞാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ട്, കുട്ടികൾ കോമ്പസിൽ ഫിറ്റ് ചെയ്ത അതേ പെൻസിൽ ഉപയോഗിച്ച് സ്കെയിൽ ഉപയോഗിച്ച് നേർവര വരയ്ക്കുന്നു. അത് പാടില്ല. ഒരു പെൻസിൽ കൂടുതൽ വേണം, നീളമുള്ള ഒരു പെൻസിൽ. അപ്പോ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇത്തവണ കൃത്യമായി ഓരോന്നും തൊട്ട് കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഗണിതാശയം എവിടെയാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് ഈ ചിത്രത്തിലൂടെ കണക്ക് പഠിക്കുന്നത്, അതാണ് ചിത്രം വരച്ചുകൊണ്ട് എങ്ങനെയാണ് കണക്ക് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇത് മത്സരത്തിൽ പങ്കെടുക്കാനും സമ്മാനം വാങ്ങാനും മാത്രമുള്ളതല്ല, കണക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഈ ചിത്രം ഇത്ര മനോഹരമാക്കി വരയ്ക്കുന്നത്. അതായത് കണക്കിനെ ഒരു രസകരമാക്കുക, ആകർഷകമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ആ ചിത്രം എങ്ങനെയാണ് ജഡ്ജസിന്റെ മുമ്പിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്, അതുപോലെ പലർക്കും ഉള്ള സംശയമാണ് റൈറ്റപ്പ് എങ്ങനെയാ എഴുതുക, പേരെങ്ങനെയാ കൊടുക്കുക, ബോർഡർ കൊടുക്കണോ, ഇതിനൊക്കെയുള്ള ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു ജിയോമെട്രിക്കൽ ചാർട്ട് എങ്ങനെയാണ് ജഡ്ജസിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണഗതിയിൽ കുട്ടികൾ നന്നായിട്ട് ചിത്രം വരയ്ക്കും,
പക്ഷേ ജഡ്ജസിന്റെ മുമ്പിലെത്തുമ്പോൾ അതിൽ എന്തൊക്കെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കാറില്ല. അപ്പോൾ അതൊരു ശരിയായ ധാരണയില്ലായ്മ കൊണ്ട് രക്ഷിതാക്കളോ ടീച്ചേഴ്സോ കൃത്യമായി അത് ഇടപെടാൻ കഴിയാറില്ല. അപ്പോൾ പല സ്കൂളുകളിലും ടീച്ചേഴ്സ് വളരെ കൃത്യമായി അത് പ്ലാൻ ചെയ്യാറുണ്ടെങ്കിലും പൊതുവെ എല്ലാ ടീച്ചേഴ്സിനും അതുപോലെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് ഒരു ശരിയായ ധാരണ ഇല്ല എന്നാണ് എനിക്ക് ഫീൽഡിൽ നിന്നുള്ള അനുഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഞാൻ ഇന്നലെ നിർമ്മിച്ച ചാർട്ടാണിത്. LP തലത്തിലും UP തലത്തിലും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു നല്ല ജോമെട്രിക്കൽ ചാർട്ടാണ്. ഇനി നമ്മൾക്ക് ഇതിലുള്ള ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിർമ്മാണം ഇന്നലെ കൃത്യമായി പറഞ്ഞതാണ്, കാണിച്ചു തന്നതുമാണ്. യെസ്. അപ്പോൾ ജഡ്ജസിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ പറയേണ്ടത് LP തലത്തിലുള്ള കുട്ടി LP വിഭാഗത്തിൽ പറയാനുള്ള കാര്യങ്ങളും, അതുപോലെ അതിനപ്പുറം UP തലത്തിലുള്ള കുട്ടിയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ UP തലത്തിൽ പറയാനുള്ള ഒരുപാട് കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നും പറയുമ്പോഴും അത് LPയിലുള്ളതാണോ UPയിലുള്ളതാണോ എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. നമ്മൾ ചാർട്ട് എന്ന് പറയാറുള്ളൂവെങ്കിലും മത്സരത്തിന് ഉപയോഗിക്കേണ്ടത് ചാർട്ട് പേപ്പർ അല്ല, നല്ല കട്ടിയുള്ള കാർഡ് ഷീറ്റാണ്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല കട്ടിയുള്ള കാർഡ് ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെ പേര് ഐവറി കാർഡാണ്. ഐവറി കാർഡ്, അതിൻ്റെ തിക്നെസ് 300 GSM, അതിൻ്റെ ഖനം അത് സൂചിപ്പിക്കുന്നതാണ് GSM. 300 GSM ഉള്ള കാർഡ് ഷീറ്റാണ് വാങ്ങേണ്ടത്. അപ്പോൾ പഠിക്കാൻ വേണ്ടി അത്രയും വില പിടിച്ചത് വാങ്ങണമെന്നില്ല. മത്സരത്തിന് തീർച്ചയായും നിങ്ങൾ ഇത്തരത്തിലുള്ള നല്ല കാർഡ് ഷീറ്റ്, നല്ല കട്ടിയുള്ള കാർഡ് ഷീറ്റ് തന്നെ വാങ്ങണം. ഒന്നും കൂടെ ഓർക്കുക, ഐവറി കാർഡ് വൈറ്റ് മാത്രമേ ഉപയോഗിക്കാവൂ. മറ്റൊന്ന്, നിറത്തിൻ്റെ പേരല്ല ഐവറി. ഐവറി നിറത്തിലുള്ളതല്ല വാങ്ങേണ്ടത്. ഐവറി കാർഡാണ് പറയുമെങ്കിലും അതിന് പ്യുവർ വൈറ്റാണ്, വൈറ്റ് കളർ തന്നെയാണ് വാങ്ങേണ്ടത്. അപ്പോൾ അത് ഒന്നിന് റീറ്റെയിൽ പ്രൈസ് വരുമ്പോൾ 25 രൂപയോളം വരുന്നുണ്ട്. ഹോൾസെയിൽ കടയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ഒന്നിച്ച് വാങ്ങുമ്പോൾ അതിന് ഒരു 15-20 രൂപേൻ്റെ റേഞ്ചിലേ ഉണ്ടാവൂ. എന്തായാലും ഇത്രയും വില പിടിച്ച ഷീറ്റ് നിങ്ങൾ മത്സരത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ, പഠിക്കാൻ സാധാരണ ചാർട്ട് പേപ്പർ ഉപയോഗിച്ചാൽ മതി. പക്ഷേ സാധാരണ ചാർട്ട് പേപ്പറിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും ഇപ്പോൾ ഈർപ്പമുള്ള സമയമാണ്, കട്ടി കുറഞ്ഞ പേപ്പറാണ്, കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന കളറ് പുതിയ സെറ്റാണ്. അപ്പോൾ ചെറിയ കളങ്ങളിൽ കളർ കൊടുക്കുമ്പോൾ മറ്റ് കളങ്ങളിലേക്ക് പടരും. അത് ഒന്ന് ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷം ആയതുകൊണ്ടാണ്, മറ്റൊന്ന് കട്ടി കുറഞ്ഞ ഷീറ്റ് ആയതുകൊണ്ടാണ്, മൂന്നാമതൊരു കാര്യം പുതിയ പേനയായതുകൊണ്ട് മഷി കൂടുതലുള്ളത് കൊണ്ടാണ്. ഞാനിത് ഇത്രയൊക്കെ പറയുന്നത് കുട്ടികൾ പലപ്പോഴും ഇത്തരത്തിലുള്ള സംശയം ചോദിച്ച് മെസ്സേജ് അയക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലുള്ള ഗണിതാശയങ്ങളിലേക്ക് പോകാം. ഇതാ, ചാർട്ടിൻ്റെ മധ്യബിന്ദു കാണുന്നതാണ് പല കുട്ടികൾക്കും പ്രയാസം. അപ്പോൾ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇതിന് 30 സെന്റിമീറ്റർ സ്കെയില് തന്നെ മതി. ഒരറ്റത്ത് 0 സെന്റിമീറ്റർ വെച്ചതിന് ശേഷം കറക്റ്റ് 28 സെന്റിമീറ്ററിലാണ് മധ്യബിന്ദു. അപ്പോൾ നീളം അളക്കണ്ട, ഈ രൂപത്തിൽ വെച്ചാൽ മതി. എന്നിട്ട് 28, 56ന്റെ പകുതി 28 വീതിയുടെ ഭാഗത്ത് നടുക്ക് വെച്ചാൽ മിഡ് പോയിന്റ് ആയി. അങ്ങനെ മിഡ് പോയിന്റ് നമുക്ക് കിട്ടി. ആ മിഡ് പോയിന്റ് കേന്ദ്രമാക്കിക്കൊണ്ട് 9 സെന്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരച്ചതാണ്. വൃത്തം വരച്ച് ഒരു സർക്കിളിനെ അതേ റേഡിയസ് കൊണ്ട് 6 തുല്യ ഭാഗമാക്കി മാറ്റാം. ഇതൊക്കെയാണ് ജഡ്ജസിനോട് പറയേണ്ടത്. ഒരു സർക്കിളിനെ, നമ്മൾ വരച്ച സർക്കിൾ ഇപ്പോൾ കാണില്ല, ആ സർക്കിൾ ആവശ്യമില്ല, അത് മായ്ച്ചു കളയുന്നതാണ്. ആ സർക്കിളിനെ അതേ റേഡിയസ് കൊണ്ട് 6 തുല്യ ഭാഗമാക്കി മാറ്റാം. അങ്ങനെ കിട്ടിയ പോയിന്റാണിത്. ഇത് വേറൊരു തരത്തിലും ചെയ്യാം. അപ്പോൾ ജഡ്ജസ് ചോദിക്കൂലേ, ഇതിങ്ങനെ മാത്രമേ കിട്ടും, വേറെ ഏതൊന്നും തരത്തിൽ കിട്ടൂലേ എന്ന് ചോദിച്ചാൽ
കിട്ടും. ഇതാ പ്രൊട്രാക്ടർ, അതായത് കോണളക്കുന്ന കോണമാപിനി എന്ന് പറഞ്ഞ് പ്രൊട്രാക്ടർ. ആ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം നമുക്ക് 0 ഡിഗ്രി, 60 ഡിഗ്രി, 120 ഡിഗ്രി, 180 ഡിഗ്രി 6 പോയിന്റ് കിട്ടും. പിന്നീട് പ്രൊട്രാക്ടർ തിരിച്ചു വെക്കുകയാണ്. തിരിച്ചു വെച്ചതിന് ശേഷം വീണ്ടും 0, 180 മധ്യബിന്ദു അവിടെയുണ്ട്. പിന്നെ 60, 120 2 പോയിന്റേ വേണ്ടു. അപ്പോൾ മധ്യബിന്ദുവിന് ചുറ്റും 60 ഡിഗ്രി കോണളവിൽ നമുക്ക് 6 പോയിന്റുകൾ കിട്ടും. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? ആ പോയിന്റ് 9 സെന്റിമീറ്റർ നീളത്തിൽ സ്കെയിൽ വെച്ച് ആ പോയിന്റിലൂടെ ഇങ്ങനെ വരക്കാൻ. അങ്ങനെ വരച്ചാൽ നമുക്ക് ഇതാ ഈ രൂപത്തിൽ കിട്ടും. അപ്പോൾ ഒരേ സമയം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരക്കാന്നുള്ളത് കൊണ്ട് തന്നെ അത് 9 + 9 18 സെന്റിമീറ്ററിൽ ഒറ്റ വര വരക്കാം. ശ്രദ്ധിക്കുക, 60 ഡിഗ്രി പോയിന്റിലൂടെയാണ് അത് കടന്നു പോകേണ്ടതെന്ന് മാത്രം. യെസ്, അങ്ങനെ കിട്ടിയ 3 വരകളാണിത്. ഈ വരകളുടെ നീളം 9 + 9 18 സെന്റിമീറ്റർ ആണ്. പിന്നീട് അവിടുന്ന് ചെയ്യുന്നത് എന്താണ്? ആ രണ്ടറ്റത്ത് നിന്ന്, അതായത് ആ വര അവസാനിച്ച പോയിന്റ് 1 ഇവിടെ തൊട്ടടുത്ത് ഇവിടെയാണ്. അപ്പോൾ ഇവിടുന്നും ഈ 2 പോയിന്റിൽ നിന്നും 9 സെന്റിമീറ്റർ റേഡിയസിൽ പുറത്തേക്ക് ആർക്ക് വീശി കട്ട് ചെയ്ത പോയിന്റാണ് ഇത്. അപ്പോൾ ഇവിടുന്ന് മാർക്ക് വീശുക, ഇവിടുന്ന് മാർക്ക് വീശിയാൽ കിട്ടുന്ന പോയിന്റാണിത്. ഇങ്ങനെ 6 ഭാഗത്തും കിട്ടിയ പോയിന്റാണ് ഈ 6. അപ്പോഴെന്തായി? നമുക്ക് അത് ചേർത്ത് വരക്കുമ്പോൾ കിട്ടുന്ന രൂപം ഇങ്ങനെ ഒരു സ്റ്റാറാണ്. 12 വശങ്ങളും 6 കോണുകളുമുള്ള ഒരു സ്റ്റാർ. അപ്പോൾ ഇവിടെ ഈ സ്റ്റാർ ഉണ്ടായിരിക്കുന്നത് റോംബസ് ആണ്. സമഭുജ സാമാന്തരികം എന്ന് മലയാളത്തിൽ പറയുന്നു. അപ്പോൾ റോംബസ്, സമഭുജ സാമാന്തരികം എന്നൊക്കെ UP തലത്തിലുള്ള കുട്ടിയാണ് പറയേണ്ടത്. LP തലത്തിലുള്ള കുട്ടി ചതുർഭുജം, 4 വശമുള്ള രൂപം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ പെരിമീറ്റർ 2 കൂട്ടർക്കും പഠിക്കാനുള്ളതാണ്. LPയിലുള്ള കുട്ടിക്കും UPയിലുള്ള കുട്ടിക്കും ചുറ്റളവ് പെരിമീറ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ റോംബസിന്റെ ചുറ്റളവ് എത്രയാണ്? 9 + 9 + 9 + 9 4 വശങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ 4 9 36 സെന്റിമീറ്റർ ആണ് ഒരു റോംബസിന്റെ ചുറ്റളവ്. അങ്ങനെയുള്ള എത്ര എണ്ണോ? 6 റോംബസ് ആണുള്ളത്. 6 റോംബസും ഒരേപോലെയാണുള്ളത്. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ ആ സ്റ്റാറിന്റെ 2 മുനകളിൽ നിന്നും മാർക്ക് വീശുകയാണ്. 9 സെന്റിമീറ്റർ തന്നെ. ഇതാ അടുത്തടുത്ത മുനകൾ എന്ന് പറഞ്ഞാൽ 1 2. അപ്പോൾ ഇവിടുന്നും മാർക്ക് വീശിയാൽ കട്ട് ചെയ്യുന്ന പോയിന്റാണിത്. ഈ ചാർട്ട് വരക്കുമ്പോൾ ഞാനത് കട്ട് ചെയ്യുന്ന രൂപത്തിലല്ല, ഇവിടുന്ന് 0 9 ഇവിടുന്ന് സ്കെയിൽ വെച്ച് നീട്ടി 18 പോയിന്റ് കാണാനാണ് പറഞ്ഞത്. 2 ആയാലും നമുക്ക് കിട്ടും ഒരേ പോയിന്റാണ്. ഞാനത് വെച്ച് കാണിച്ചു തരാം. 0 ഇവിടെ വെച്ചാൽ ഇതാ കൃത്യമായി 9 സെന്റിമീറ്റർ ഇവിടെയാണ്, 18 ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെ 6 ഭാഗത്തും കിട്ടുന്ന പോയിന്റുകൾ അത് ചേർത്ത് നേർരേഖയിൽ വരയ്ക്കുമ്പോഴാണ് ഈ ഹെക്സഗൺ, പുറത്തുള്ള ഹെക്സഗൺ കിട്ടുന്നത്. അപ്പോൾ ഈ ഹെക്സഗണിന്റെ പെരിമീറ്ററും കുട്ടിയൊക്കെ പറയാം. അത് ചെറിയ ക്ലാസ്സിലായാലും വലിയ ക്ലാസ്സിലായാലും എത്രയാണ്? 18 അപ്പോൾ 18 × 6 108 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ചുറ്റളവ്. അതുപോലെ ഈ സ്റ്റാറിനും ഒരു ചുറ്റളവില്ലേ? ഇത് LPക്കും UPക്കും പറയാൻ പറ്റുന്നതാണ് ചുറ്റളവ്. അപ്പോൾ ഈ സ്റ്റാറിന്റെ ചുറ്റളവ് എത്രയാണ്? 9 സെന്റിമീറ്റർ നീളമുള്ള 12 വശങ്ങളാണ്. അപ്പോൾ 9 × 12 108 തന്നെ. അപ്പോൾ ഈ സ്റ്റാറിന്റെ പെരിമീറ്ററും ഹെക്സഗണിന്റെ പെരിമീറ്ററും തുല്യമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് കിട്ടിയ സാമാന്തരികങ്ങളുടെ എണ്ണം ഈ സ്റ്റാറിൽ 6 എണ്ണം, അതുപോലെ 1 2 3 4 5 6 6 പുറത്തുണ്ട്. അപ്പോൾ 6 6 12 സെന്റിമീറ്റർ ആണ്. 12 റോംബസ് ആണ് നമ്മൾക്ക് കിട്ടിയത്. അപ്പോൾ 12 റോംബസ് ആണ് ഇതിന്റെ ഉള്ളിലുള്ള രൂപം. പിന്നെ എന്താ ചെയ്തത്? 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സമാന്തര രേഖകൾ വരയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്ത്? ഈ 9 സെന്റിമീറ്ററിനെ 6 തുല്യ ഭാഗങ്ങളാക്കി മാറ്റി.
9നെ 6 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുക 1.5 ആണ്. അപ്പോൾ ഇതാ 0 ഇവിടെ വെച്ച് 9 ഇവിടെ വെച്ചാൽ 1.5, 3, 4.5, 6, 7.5, 9. അങ്ങനെ 5 പോയിന്റ് കിട്ടും. 9 വേണ്ട, 0 വേണ്ട, ബാക്കിയുള്ള ഉള്ളിലുള്ള 5 പോയിന്റുകളെ വേണ്ടു. അങ്ങനെ എല്ലാ വരകളിലും നമ്മൾ പോയിന്റുകൾ ഇട്ടുകൊണ്ട് പിന്നീട് എന്താ ചെയ്തത്? പാരലൽ ലൈൻസ്, സമാന്തര രേഖകളാണ് വരച്ചത്. 1ൽ നിന്നും 1ലേക്ക്, 2ൽ നിന്നും 2ലേക്ക്, 3ൽ നിന്നും 3ലേക്ക്, 4ൽ നിന്നും 4ലേക്ക്, 5ൽ നിന്നും 5ലേക്ക്. അങ്ങനെ വരക്കുമ്പോഴും നമ്മൾക്ക് കിട്ടുന്ന വരകളുടെ എണ്ണം 9 സെന്റിമീറ്റർ ആണ്. സോറി, ലെങ്ത്. ഓരോ വരകളുടെയും ലെങ്ത് 9 സെന്റിമീറ്റർ തന്നെയാണ്. കൂടുകയും കുറയുകയില്ല. കൂടിയാലും കുറഞ്ഞാലും അതിന്റെ ചേർത്ത് വരക്കേണ്ട വര തെറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നോക്ക്, അങ്ങനെ എല്ലാറ്റിലും പാരലൽ ലൈൻസ് തിരിച്ചും മറിച്ചും വരക്കുമ്പോൾ നമുക്ക് ഓരോന്നിലും 6 × 6 36 കളങ്ങൾ കിട്ടും. അപ്പോൾ 36 എന്ന് പറഞ്ഞ ഒരു സ്ക്വയർ നമ്പറാണ്. UP തലത്തിലുള്ള കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ക്വയർ നമ്പർ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. പാരലൽ ലൈൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. യെസ്. ഇനി ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ ഇതാ എങ്ങനെയാണ് ഈ കളർ ചെയ്തിരിക്കുന്നത് നോക്ക്. എസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും, ആരോഹണ അവരോഹണ ക്രമം. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നോക്കുക. 1 വെള്ള, 2 മഞ്ഞ, 3 ഓറഞ്ച്, 4 റെഡ്, 5 ലൈറ്റ് ഗ്രീൻ, 6 ഡാർക്ക് ഗ്രീൻ, വീണ്ടും 5, 4, 3, 2, 1ലേക്ക് തിരിച്ചു വന്നു. ഇതൊരു സിമട്രി ആയിട്ടാണ്, അതായത് ഇരുവശവും കൃത്യമായിട്ട് ഒരേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് LP തലത്തിലുള്ള ആശയം? 1, 2, 3, 4, 5, 6, 5, 4, 3, 2, 1 ആരോഹണ അവരോഹണ ക്രമം, എസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും. അപ്പോൾ അത് കൃത്യമായിട്ട് കുട്ടിക്ക് പറയാം. യെസ്. UP തലത്തിലുള്ള കുട്ടി അത് പറയുന്നതിനോടൊപ്പം ചെയ്യേണ്ടത്, ഇത് LPയിലെ കുട്ടിക്കും ബാധകമാണ് കേട്ടോ, ശ്രദ്ധിച്ചോ. ഇതിലാകെ എത്ര കളങ്ങളുണ്ട് എന്ന് കണ്ടെത്തുക. അപ്പോൾ അതെങ്ങനെയാണ്? 1 + 2 + 3 + 4 + 5 + 6 + 5 + 3 4 + 3 + 2 + 1. 1 മുതൽ 6 വരെ വളർന്ന് 6ന്ന് തിരിച്ച് 5 മുതൽ താഴേക്ക് 1 വരെ വന്ന്, അപ്പോൾ ആരോഹണക്രമത്തിൽ 6 വരെ പോയി, പിന്നെ അവരോഹണക്രമത്തിൽ തിരിച്ച് 1ലേക്ക് എത്തുമ്പോൾ ആകെ എത്രയുണ്ട് എന്നുള്ളതാണ്. സാധാരണ മത്സര പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള വലിയ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിന് ഉത്തരം കൊടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി നമ്മൾ ഈ ചിത്രത്തിലൂടെ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ്? ഇങ്ങനെ 1 മുതൽ വളർന്ന് എത്രയോ വലുതായിക്കോട്ടെ തിരിച്ച് 1ലേക്ക് തന്നെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഏറ്റവും വലിയ നമ്പർ എത്രയാണെന്ന് നോക്കുക. ടോപ്പ് നമ്പർ, ഏറ്റവും പീക്കായിട്ടുള്ളത് ഏതാണെന്ന് നോക്കുക. അപ്പോൾ അതേതാണ്? ഈ ഡാർക്ക് ഗ്രീൻ ആണ്. 1, 2, 3, 4, 5, 6 6 എണ്ണം. അപ്പോൾ 6ന്റെ സ്ക്വയർ ആയിരിക്കും ഈ ചിത്രത്തിലുള്ള മൊത്തം കളങ്ങൾ. അപ്പോൾ 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6നെ 6 കൊണ്ട് ഗുണിച്ചാൽ 36. അപ്പോൾ 36 കളങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതേ ആശയം നമുക്ക് വലിയ ക്ലാസ്സിൽ വലിയ വലിയ കണക്ക് വരുമ്പോൾ ഇത് ഓർത്ത് ചെയ്യുകയും ചെയ്യാം. മറ്റൊന്ന് ഇതാ ഈ ഭാഗത്ത് നോക്ക്. ഇവിടെ ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ്. ഓഡ് നമ്പേഴ്സ് കൃത്യമായിട്ട് വരുന്നത് കാണാം. 1 വെള്ള, 3 മഞ്ഞ, 5 ഓറഞ്ച്, 7 റെഡ്, 9 ലൈറ്റ് ഗ്രീൻ, 11 ഡാർക്ക് ഗ്രീൻ. അപ്പോൾ 1, 3, 5, 7, 9, 11. അപ്പോൾ തുടർച്ചയായ 6 ഒറ്റ സംഖ്യകളാണ്, 6 ഓഡ് നമ്പേഴ്സ്. 1 മുതൽ തുടർച്ചയായ ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ അത് ഇതാ LP ആണെങ്കിലും UP ആണെങ്കിലും നമുക്ക് എങ്ങനെ കാണാം? 1 + 3 + 5 + 7 + 9 + 11 എത്രയാണെന്ന് ചോദിച്ചാൽ 1 മുതൽ എത്ര ഒറ്റ സംഖ്യകളാണ് നമ്മൾ എടുക്കുന്നത്? 1 മുതൽ എടുക്കുമ്പോൾ എത്ര എണ്ണം, എത്ര ഒറ്റ സംഖ്യകൾ എടുക്കുന്നുണ്ട്? എത്ര എടുക്കുന്നുണ്ട്? 1 ഇവിടെ, 2ാമത്തെ ഇവിടെ, 3ാമത്തെ, 4, 5, 6 ഓഡ് നമ്പേഴ്സാണ് എടുക്കുന്നത്.
അപ്പോൾ 1 മുതൽ തുടർച്ചയായ 6 ഓഡ് നമ്പേഴ്സിന്റെ തുക 6ന്റെ സ്ക്വയർ ആണ്. 6നെ 6 കൊണ്ട് ഗുണിച്ചാൽ 36. ഇത് 7ാം ക്ലാസ്സിൽ കൃത്യമായിട്ട് പാഠഭാഗവുമായിട്ട് ബന്ധിപ്പിച്ച് പഠിക്കാനുള്ളതാണ്. നമ്മളതിൻ്റെ പിക്ചറൈസേഷൻ എങ്ങനെയാണ് അത് ചിത്രീകരിച്ച് കാണിക്കുക, ഒരു ചിത്രത്തിൽ എങ്ങനെയാണ് കൃത്യമായി കാണിച്ചു കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇത് LP തലത്തിലുള്ള കുട്ടിക്കും ആ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. 1 + 3 + 5 + 7 + 9 + 11 എന്ന് പറയുമ്പോൾ 1 മുതൽ എത്ര ഒറ്റ സംഖ്യകൾ എടുത്തിട്ടുണ്ടോ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെയും 36 ആണ്, ഇവിടെയും 36 ആണ്. യെസ്. ഇനി 7ാം ക്ലാസ്സിലുള്ള കുട്ടികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ളത് 6 × 6 30. ഒരു റോംബസിൽ 36 കളങ്ങളാണ്. അങ്ങനെയാണ് രണ്ടാമത്തേലും 36 ഉണ്ടാവുമല്ലോ, മൂന്നാമത്തതും നാലാമത്തതും അഞ്ചാമത്തതും ആറാമത്തതും. അപ്പോൾ 6 36 എന്ന് പറയുമ്പോൾ 6 × 6 × 6 ആണ്. 6⁻³ ആണ്. 6⁻³ 6ന്റെ മൂന്നാംകൃതി. അതെത്രയാണ്? 216 ആണ്. അപ്പോൾ ഈ സ്റ്റാറിൽ മാത്രം 216 കളങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ പുറത്തുള്ള 6 റോംബസിൽ അത്രയും വേറെ ഉണ്ട്. അപ്പോൾ 216 + 216 432 ചതുർഭുജങ്ങളാണ്, സാമാന്തരികങ്ങളാണ്, റോംബസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അത് ചെറുതാണ്. അതായത് 1.5 സെന്റിമീറ്റർ വശങ്ങളുള്ള എന്ന് വെച്ചാൽ 6 സെന്റിമീറ്റർ പെരിമീറ്ററിലുള്ള 6 സെന്റിമീറ്റർ ചുറ്റളവുള്ള 432 റോംബസ് സാമാന്തരികങ്ങൾ അല്ലെങ്കിൽ ചതുർഭുജങ്ങളാണ് ഇവിടെയുള്ളത്. യെസ്. അപ്പോൾ LPയിലെ കുട്ടി ചതുർഭുജം 4 വശമുള്ള രൂപം എന്നുള്ള അർത്ഥത്തിൽ ആ രൂപത്തിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ 216 എന്ന് പറയുമ്പോൾ 6ന്റെ മൂന്നാംകൃതി എന്ന് പറയുമ്പോൾ അതൊരു ക്യൂബിക് നമ്പറാണ്. അപ്പോൾ സ്ക്വയർ നമ്പർ വന്ന് 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് സ്ക്വയർ നമ്പർ ഉണ്ട്, അവന് പഠിക്കാനുള്ള ക്യൂബിക് നമ്പർ ഉണ്ട്, അവന് പഠിക്കാനുള്ളതാണ് പാരലൽ ലൈൻസ്. അപ്പോൾ ഇനി LPയിലെ കുട്ടിയാണെങ്കിലോ ഇതിനു വേണ്ടി ഗുണിക്കുന്നതും കൂട്ടുന്നതും ഒക്കെ എന്ന് വെച്ചാൽ 6നെ 6 കൊണ്ട് ഗുണിച്ച് 36, 36നെ വീണ്ടും 6 കൊണ്ട് ഗുണിക്കുകയാണ് 216. പിന്നെ 216 കൂട്ടുന്നു, അല്ലെങ്കിൽ 216 ഗുണിക്കണം 2. അപ്പോൾ അങ്ങനെയുള്ള ഗുണനവും അതുപോലെ കൂട്ടിയെടുക്കുന്നതും എല്ലാം ഇവിടെ വരുന്നുണ്ട്. യെസ്. ഇനി മറ്റൊന്ന്, LPയിലെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണന പട്ടിക ഉണ്ടായി വരുന്നത് എങ്ങനെയാണെന്ന്. ഏറ്റവും സെന്ററിൽ നമ്മൾ നോക്കിയാൽ കാണും 6 വെള്ളയാണ്. 6 വെള്ള. അതിന് ചുറ്റുമുള്ള യെല്ലോ പരിശോധിച്ചാൽ 12 ആണ്. ശ്രദ്ധിക്കുക, നമ്പർ 6 12. ഓറഞ്ച് അത് കൃത്യമായിട്ട് എണ്ണിയെടുത്താൽ 18 ആണ്. റെഡിൻ്റെ എണ്ണം 24 ആണ്. ലൈറ്റ് ഗ്രീൻ, ഇവിടെയുള്ള ലൈറ്റ് ഗ്രീൻ 30 ആണ്. ഡാർക്ക് ഗ്രീൻ 36 ആണ്. ആ നമ്പർ വന്ന് നോക്ക്. 6 12 18 24 30 36 എന്ന് പറഞ്ഞാൽ ഒരു ഗുണനപ്പട്ടിക എങ്ങനെയാണ് ഉണ്ടായി വരുന്നത്, ഗുണന വസ്തുതകളിലൂടെ കൃത്യമായിട്ട് കുട്ടിക്ക് കാണാം. ഇതാ, ഓരോ ഭാഗത്തും 6 വെള്ളയാണ്. അതാണ് 1ന്റെ 6 കൂട്ടം. 1ന്റെ 6 കൂട്ടം. ഇനി യെല്ലോ നോക്ക്, ഒരു വശത്ത് 2 ആണ്. 1 2. ഈ വശത്തും 1 2 1 2 1 2. 6 ഭാഗത്തും 2 വീതമാണ്. 6 ഭാഗത്തും 2 വീതമാണെങ്കിൽ അത് തന്നെയാണ് 6 2 12. ഇനി നോക്ക്, ഇവിടെ 1 2 3. ഓറഞ്ച് 3 ആണ്. ഒരു വശത്ത് 3, രണ്ടാമത്തെ വശത്തും 3, ഇവിടെയും 3, ഇവിടെയും 3, ഇവിടെയും 3, ഇവിടെയും 3. 6 വശത്തും 3 എന്ന് പറയുമ്പോൾ 6 3 18. ഇനി അപ്പുറത്ത് വരുമ്പോൾ 6 4 24, 5 6 30, 6 6 36. അപ്പോൾ ഒരു 6ന്റെ ഗുണനപ്പട്ടിക 1 6 6, 2 6 12, 3 6 18, 4 6 24, 5 6 30, 6 6 36 വരെ വളർന്നു വരുന്ന കാണാം. ഇനി ഇത് 10 വരെ വികസിപ്പിക്കണമെങ്കിൽ നമ്മൾ ഇതിന് ഈ 6ന് പകരം 10 എടുത്താൽ മതിയായിരുന്നു. 10 കഷ്ണാക്കിയാൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ. ഇതേ സാധനം എങ്ങനെയാണ് UP തലത്തിൽ അവതരിപ്പിക്കുന്നത് നോക്ക്. അവർക്ക് റേഷ്യോ പഠിക്കാനുണ്ട്. റേഷ്യോ, യെസ്, അംശബന്ധം 7ാം ക്ലാസ്സിന്റെ അവസാനം വരുന്നതാണ്. ഇവിടെ 6 വെള്ളക്ക് 12 യെല്ലോ എന്ന് പറഞ്ഞത് ആ അംശബന്ധം
6, 12 എന്നുള്ളതിൻ്റെ അംശബന്ധം ചെറിയ രൂപം 1:2 ആണ്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ ഗുണനം തന്നെയാണ്. 1/6, 2/6, 12. അപ്പോൾ ഈ ചിത്രത്തിൽ ഇവിടെ വെള്ളയും മഞ്ഞയും തമ്മിലുള്ള യെലോവും ഓറഞ്ചും തമ്മിലുള്ള അംശബന്ധമോ യെല്ലോ ഓറഞ്ചും തമ്മിൽ യെല്ലോ 12 ആണ്, ഓറഞ്ച് 18 ആണ്. 12, 18 എന്ന് പറയുമ്പം 2:3 ആണ്. ഈ ചിത്രത്തിൽ യെല്ലോ കളറും ഓറഞ്ച് കളറും തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. ഇനി അപ്പുറത്തേക്ക് പോകുമ്പോൾ റെഡിലേക്ക് പോകുമ്പോൾ 18 ഓറഞ്ചിന് 24 റെഡാണ്. അപ്പോൾ 3:4, തൊട്ടപ്പുറത്തെത്തുമ്പോൾ 4:5, അതിൻ്റെ അപ്പുറത്തെത്തുമ്പോൾ 5:6 എന്നുള്ള രൂപത്തിൽ അംശബന്ധം വളരെ കൃത്യമായി കാണാം. ഇനി ഈ അംശബന്ധം ചെറുതായി വരുന്നോ ഞാൻ കാണിച്ചു തരാം. നമ്മൾ പറഞ്ഞ എന്താണ് ഇതേ, ഇവിടെ 36 ഡാർക്ക് ഗ്രീനിന് 30 ലൈറ്റ് ഗ്രീനാണ് ഉള്ളത്. ഉള്ളിലുള്ള കാര്യമാണ്. ഉള്ളിലേക്ക് വരുമ്പോൾ 36 ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ 30. അപ്പോൾ അത് എങ്ങനെയാണ് അംശബന്ധം ചെറുതാക്കി എടുക്കുക? ഒരു വശം മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇതാ ഒരു റോംബസിൽ 1, 2, 3, 4, 5, 6. ഇവിടെയോ 1, 2, 3, 4, 5. ഇതാണ് 5:6 എന്ന് പറഞ്ഞത്. ഇനി ഇതാ 4:5 വരുന്നത് ഇതാ 1 നോക്കിയാൽ മതി. 1, 2, 3, 4, 5, 1, 2, 3, 4. അപ്പോൾ 5:4, 4:5. ഇനി 3:4, 2:3, 1:2 ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വളരെ കൃത്യമായിട്ട് അംശബന്ധം ഇതിലുണ്ട്. മറ്റൊന്ന്, ഇതിലുള്ള എല്ലാ റോംബസാണ്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും റോംബസാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനിത് ഒരു റോംബസ് മാത്രം പരിഗണിക്കുമ്പോൾ അതിന് 4 കോണുകളുണ്ട്. ചെറിയ കോണുണ്ട്, വലിയ കോണുണ്ട്. ചെറിയ കോണിന്റെ അളവ് 60 ഡിഗ്രിയാണ്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണളവുകളുടെ തുക 360 ഡിഗ്രിയാണ്. ആ 360നെയാണ് നമ്മൾ 1, 2, 3, 4, 5, 6 6 തുല്യ ഭാഗമാക്കിയത്. അപ്പോൾ 360നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 60. അതുകൊണ്ട് തന്നെ ഈ ചെറിയ കോണിന്റെ അളവ് 60 ആണ്. ഒരു സാമാന്തരികത്തിന്റെ പ്രത്യേകത എന്താണ്? 7ാം ക്ലാസ്സിലെ കുട്ടികളോടാണ്. ഇനി ഹൈസ്കൂൾ കുട്ടികളുണ്ടെങ്കിൽ അവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്നത്. ഒരു സമഭുജ സാമാന്തരികം ഒരു റോംബസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എതിർവശങ്ങൾ സമാന്തരമായിരിക്കും. ഇതാ എതിർവശങ്ങൾ ഈ വരക്ക് സമാന്തരമാണ് ഇത്, ഈ വരക്ക് സമാന്തരമാണ് ഇത്. മറ്റൊന്ന്, 4 വശങ്ങളും തുല്യ അളവായിരിക്കും. അതും 4 തുല്യ ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടല്ലോ. മറ്റൊന്ന്, എതിർ കോണുകൾ തുല്യമായിരിക്കും. ഇവിടെ ഉണ്ടാവുന്ന കോണ് തന്നെയാണ് ഈ കോണും. അപ്പോൾ രണ്ടും ചെറിയ കോണാണ്. അപ്പോൾ നമ്മളിവിടെ 60 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും 60 ഡിഗ്രിയാണ്. 60ഉം 60ഉം 120 വന്ന് ബാക്കി 360 നിന്നും 240. 240 2 ഭാഗമാക്കുമ്പോൾ ഈ കോണിന്റെ അളവ് 120 ഡിഗ്രി, ഈ കോണിന്റെ അളവ് 120 ഡിഗ്രി. അപ്പോൾ 60, 120, 60, 120. അപ്പോൾ ഇവിടെയും റേഷ്യോ വരുവാണ്. ചെറിയ കോണും വലിയ കോണും തമ്മിലുള്ള ആ അളവിന്റെ റേഷ്യോ എത്രയാണ്? 1:2 ആണ്. 60ഉം 120. യെസ്. ഇനി ഇതിലാകെ എത്ര വര, നമ്മൾ ഇത്രയും ചെയ്യുമ്പോഴൊക്കെ എത്ര വര വരച്ചിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഈ റോംബസ് ആ സ്റ്റാർ ഉണ്ടായി, അതിന് പുറത്ത് നമ്മൾ ഹെക്സഗണും കൂടെ വരയ്ക്കുമ്പോൾ മൊത്തം 30 വരകളാണ്. 9 സെന്റിമീറ്റർ നീളമുള്ള 30 വരകളായി. പിന്നീട് നമ്മൾ വരക്കുന്നത് 5 എണ്ണം ഓരോന്നിലും തലങ്ങനെയും 5 എണ്ണം വിലങ്ങനെയും വരക്കുന്നുണ്ട്. അപ്പോൾ 5 5 10 എണ്ണം ഒരു റോംബസിൽ വരക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 12 എണ്ണത്തിലും കൂടെ എത്ര വരക്കുന്നുണ്ട്? 120 എണ്ണം വരക്കുന്നുണ്ട്. നേരത്തെയുള്ള 30ഉം. അപ്പോൾ 150 വരകൾ, അതും 9 സെന്റിമീറ്റർ നീളമുള്ള 150 വരകൾ ചേർന്നതാണ് ഈ ചിത്രം. അപ്പോൾ നോക്കൂ, ഒരു ചിത്രത്തെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും, ഈ കാര്യങ്ങളൊക്കെ LP തലത്ത് പറയാനുള്ളതാണ് കേട്ടോ. എണ്ണം എങ്ങനെയാണ്, എത്ര വരകളുണ്ട് 9 സെന്റിമീറ്റർ നീളമുള്ളതെന്ന്. ഇനി ഇതാ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഉള്ളിലുള്ള വിട്ടുപോയത് ഏതെങ്കിലും ഉണ്ട് ഒന്നും കൂടെ പറയാം. യെസ്. ഇത് ഫ്രാക്ഷൻ
അത് LP തലത്തിലും UP തലത്തിലും കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്. ഞാൻ ഇവിടെ ചെയ്ത അതേ കളർ തന്നെയാണ്, കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും കൊടുത്തത്. ഇവിടെയുള്ളതാണ് ഇവിടെ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേപോലെ കാണാം. ഇതാ ഈ ഒരു ഭാഗം എല്ലാം അർദ്ധവൃത്തങ്ങളാണ്, സെമി സർക്കിൾ. അപ്പോൾ അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിന്റെ നേരെ പകുതി. അപ്പോൾ 1/2 ആണ് ഇത് ഓരോന്നും. ഇത് അർദ്ധവൃത്തമായതുകൊണ്ട് തന്നെ അത് ഓരോ 1/2 ആണ് ഫ്രാക്ഷൻ, 1/2. അപ്പോൾ ആ 1/2 നമ്മൾ എന്ത് ചെയ്ത് വീണ്ടും അത് പകുതിയാക്കി. ഇപ്പോൾ പകുതിയാക്കുന്ന 90 ഡിഗ്രി എടുത്തിട്ടാണ് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതൊരു കാൽഭാഗമാണ്, ഒരു ക്വാർട്ടർ, 1/4. ഇവിടെയും 1/4. അപ്പോൾ 2 1/4 ചേർന്നാൽ ഒരു 1/2 പകുതി. 2 കാൽഭാഗം ചേരുന്നതാണല്ലോ ഒരു പകുതി. ഇപ്പോൾ വ്യക്തമായല്ലോ. 1നെ 4 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗമാണിത്. അതേപോലെ തന്നെ 4 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം. അപ്പോൾ 2 കാൽഭാഗം ചേർന്ന് എങ്ങനെയാണ് ഒരു ഹാഫ് പകുതി ഉണ്ടാവുന്നത്? ഓക്കെ. ഇനി ഇവിടെ പകുതിയെ 3 തുല്യ ഭാഗമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി എടുത്ത ആംഗിൾ 60 ഡിഗ്രി 120 ഡിഗ്രിയാണ്. അപ്പോൾ 60 60 60. അപ്പോൾ ഒരു അർദ്ധവൃത്തത്തെ നമ്മൾ 3 തുല്യ ഭാഗമാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുഴുവൃത്തത്തെ, ഇതാ ബാക്കി ഇവിടെ ഉണ്ടേ, പകുതി ഇവിടെയും വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതും കൂടെ ചേർന്നാലല്ലേ 6 തുല്യ ഭാഗമാകുക. യെസ്. അപ്പോൾ ഈ ഒരു കഷ്ണം 6ൽ 1 1/6 ആണ്. 1/6. ഇത് ഓരോന്നും 1/6 ആണ്. അപ്പോൾ 3 1/6 ചേർന്നാൽ ഒരു ഹാഫ്. അങ്ങനെയുള്ള 6 1/6 ചേർന്നാലോ ഒരു ഫുള്ള്, ഒന്ന് മുഴുവനുമായി. അത് തന്നെയാണ് ഇവിടെ 1/4 1/4, മറ്റേ പകുതിയിലുള്ള 1/4 1/4. ഇത് രണ്ടും കൂടെ 2 അർദ്ധവൃത്തങ്ങളും ചേർത്ത് വെക്കുമ്പോഴാണ് ഒന്നാവുന്നത്. അപ്പോൾ 1നെ 4 തുല്യ ഭാഗമാക്കിയതിൽ 2 ഇവിടെയുണ്ട്, 2 ഇവിടെയുണ്ട്. അതുപോലെ 1നെ 6 തുല്യ ഭാഗമാക്കിയതിൽ പകുതി 3 ഇവിടെയുണ്ട്, 3 ഇവിടെയുണ്ട്. അപ്പോൾ ഒരു പകുതി ഇവിടെയുണ്ട്, ഒരു പകുതി ഇവിടെയുണ്ട്. യെസ്. അടുത്തത് ഇതാ, നമ്മളിവിടെ ഈ അർദ്ധവൃത്തത്തെ 45 ഡിഗ്രി 90 ഡിഗ്രി 135 ഡിഗ്രി, അപ്പോൾ ഓരോന്നും 45 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു പകുതിയെ നമ്മൾ വീണ്ടും പകുതിയാക്കി അതിനെ വീണ്ടും പകുതിയാക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ തന്നെ പകുതി 1/2 ആണ്. അതിനെ പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. എന്ന് വെച്ചാൽ 1/4 ആണ് ഈ ഒരു കഷ്ണം. അതിനെ വീണ്ടും പകുതിയാക്കുമ്പോൾ 1/8 ആണ്. അപ്പോൾ 1/8 എന്ന് പറഞ്ഞാൽ അത് ഇവിടെ കാണിതാ, ഇതിൽ നിന്ന് പകുതി മുറിച്ചിട്ട് വെച്ചതാണ് ഇവിടെ. അപ്പോൾ ഇതും ചേർത്ത് വെക്കുമ്പോഴാണ് ഒരു പൂർണ്ണവൃത്താകുന്നതും. 1 2 3 4 5 6 7 8 8ൽ 1 1/8. അപ്പോൾ 2 1/2 1/8 ചേരുമ്പോൾ ഒരു ക്വാർട്ടർ 1/4. 4 1/8 ചേരുമ്പോൾ ഒരു ഹാഫ്. 8 1/8 ചേരുമ്പോൾ 1 മുഴുവനും കിട്ടും. ഇത് രണ്ടും ചേർത്ത് വെച്ചാൽ ഒരു പൂർണ്ണവൃത്തം കിട്ടും. യെസ്. ഇനി ഇവിടേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ ഫ്രാക്ഷൻ പറയുന്നതിനോടൊപ്പം UP തലത്തിലുള്ള കുട്ടികൾ അതിൻ്റെ ആംഗിളും കൂടെ പറയണം. ഇതാ 1/4 ഉണ്ടാക്കാൻ വേണ്ടി കറക്റ്റ് 90 ഡിഗ്രിയാണ് എടുത്തത്. ഇനി 1/6 ഉണ്ടാക്കാൻ വേണ്ടി 60, കാരണം ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണളവുകളുടെ തുക നേരത്തെ പറഞ്ഞ 360നെ 6 കൊണ്ട് ഹരിക്കുന്ന 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി. അപ്പോൾ 60 ഡിഗ്രി ചേർന്നിട്ട്. അതുപോലെ ഇവിടെയാണെങ്കിലോ, ഇവിടെയാണ് 45 ഡിഗ്രി വീതാണ്. 45 45 90 90 45 135 45 180. അപ്പോൾ ആ കോണളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. ഇനി ഇവിടെയോ 1 2 3 4 5 6 ഈ അർദ്ധവൃത്തത്തെ 6 തുല്യ ഭാഗമാക്കിയിട്ടുണ്ട്. അപ്പോൾ 6 കഷ്ണം ഇവിടെയും 6 കഷ്ണം ഇവിടെയാണുള്ളത്, കണ്ടോ? അപ്പോൾ ഇത് രണ്ടും ചേരുമ്പോഴാണ് നമുക്കൊരു പൂർണ്ണവൃത്തം കിട്ടുക. അപ്പോൾ ആകെ എത്രയാണ്? 6 ഇവിടെ 6 ഇവിടെ എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ 12ൽ ഒരു കഷ്ണമാണിത്, 12ൽ 1. അപ്പോൾ ഇത് ഓരോന്നും 12ൽ 1. അങ്ങനെ 12ൽ 1 കിട്ടണമെങ്കിൽ എടുക്കേണ്ട ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ 30 60 90 ആ രൂപത്തിൽ ആണ് എടുക്കേണ്ടത്. ഓക്കെ. അതിനപ്പുറത്ത് ഇവിടത്തേക്ക് ഇവിടത്തേക്ക് വരുമ്പോൾ ഇത് 18 തുല്യ ഭാഗമാക്കിയിട്ടുണ്ട്. ഓരോ 10 ഡിഗ്രിക്ക് എടുത്തതാണ്.
അപ്പോൾ 18 ഇത് രണ്ടും കൂടെ 36. അപ്പോൾ ഓരോ കഷ്ണവും 36 1/36 ആണ് ഈ കാണുന്ന ചെറിയ കഷ്ണങ്ങൾ. ഇനി ഇവിടെയാണെങ്കിലോ 1 2 3 4 5 6 7 8 9 9 ഇവിടെയുണ്ട്, 9 ഇവിടെയുണ്ട്, 18. അപ്പോൾ 20 ഡിഗ്രി വീതം എടുത്തതാണ്. ഓരോ 20 ഡിഗ്രിക്കും പോയിന്റ് ഇട്ട് മുറിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഒരു കഷ്ണം 1/18 ആണ്, 18 യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ടത് LP തലത്തിലും പറയാം, UP തലത്തിൽ ഫ്രാക്ഷൻ പറയുന്നതിനോടൊപ്പം അതിൻ്റെ കോണളവുമായിട്ടുള്ള ബന്ധവും കൂടെ കൃത്യമായിട്ട് പറയാം. ഇനി അതിനപ്പുറം നമ്മൾ ചെയ്തിരിക്കുന്നത് സാധാരണഗതിയിൽ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്, ബോർഡർ വരക്കണ്ടേ, പേര് കൊടുക്കണ്ടേ? പേര് കൊടുക്കണം, തീർച്ചയായിട്ടും പേര് കൊടുക്കണം. അത് നിങ്ങൾ തന്നെ കൊടുക്കുകയും വേണം. എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇതിൻ്റെ പേരെന്താന്ന് പറയരുത്, ഞാനത് പറയില്ല. അപ്പോൾ ചിത്രത്തിന് അനുയോജ്യമായ ഒരു പേര് നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ കണ്ടെത്തണം എന്ന് പറയുമ്പോൾ നിങ്ങളെ വീട്ടുകാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, മുതിർന്ന മറ്റുള്ള ആരോടെങ്കിലും ചോദിച്ചിട്ടൊരു നല്ല പേര്. മറ്റൊന്നാണ് ബോർഡർ വരക്കണോ. നിങ്ങൾ ബോർഡർ ഈ പരമ്പരാഗത രീതിയിൽ സ്ക്വയറൊന്നും ആദ്യം വരക്കണ്ട. ഇതാണ് ചിത്രത്തിന് അനുയോജ്യമായ ഒരു ബോർഡർ. അത് ചിത്രത്തോട് തന്നെ ചേർന്ന് നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു ബോർഡർ ഞാൻ വരച്ച് കാണിച്ചു നോക്ക്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു കോണിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ്. ഈ കോണിൽ നിന്ന് നമ്മൾ 0 ഇവിടെ വെക്കുമ്പോൾ ഈ അറ്റത്ത് 18 9 + 9 18 ഉണ്ടാവുക. പിന്നെ നമ്മൾ പുറത്തേക്ക് 24 അപ്പോൾ 24 25 26 27. ഞാൻ ഈ ചാർട്ട് എനിക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് നീളം ഞാൻ ലേശം മുറിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് ഈ 24 മുതൽ 27 വരെ മാത്രമേ പോയിന്റ് ഇടാൻ കഴിഞ്ഞുള്ളൂ. നിങ്ങൾക്കത് 30 വരെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായി നമ്മൾ ഈ ചെയ്ത രൂപത്തിലുള്ള കളർ കോമ്പിനേഷൻ ഇവിടെ കൊടുക്കുക. ഏറ്റവും പുറത്ത് ബ്ലാക്ക് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. ബ്ലാക്ക്, പിന്നെ ഡാർക്ക് ഗ്രീൻ വേണ്ട, ലൈറ്റ് ഗ്രീൻ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഇങ്ങനെ 2 കളറും കൂടെ കിട്ടുവാണെങ്കിൽ ഈ ചിത്രം, എനിക്കത് ചെയ്യാൻ പറ്റാതെ പോയത് ഈ അറ്റത്ത് ഇവിടെ ഇനി അങ്ങോട്ട് വരച്ചുകൂടാന്നുള്ളതുകൊണ്ട്. കാരണം എൻ്റെ മേശയ്ക്ക് പറ്റുന്ന രൂപത്തിൽ, ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ ഇതിലേശം ഒന്ന് ചെറുതാക്കി മുറിക്കേണ്ടി വന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോഴും നമുക്ക് കിട്ടുന്ന 24 ഇത് 24 × 6 ആണ് ഇതിൻ്റെ പെരിമീറ്റർ. ഇവിടെ 25ന്റെ പോയിന്റുകളാണ് ചേർത്ത് വരച്ചത്. അപ്പോൾ 25 × 6 ആണ് ഇതിൻ്റെ പെരിമീറ്റർ. ആ രൂപത്തിൽ ഈ ഹെക്സഗൺ വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ പെരിമീറ്റർ വലുതാകുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ഒരു ചിത്രം ജഡ്ജസിന്റെ മുമ്പിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി റൈറ്റപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുക? ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും ചുരുക്കിയിട്ടാണ് നിങ്ങൾ റൈറ്റപ്പിൽ എഴുതേണ്ടത്. അപ്പോൾ റൈറ്റപ്പ് എങ്ങനെയാണ് എഴുതുകയെന്ന് ചോദിച്ചിട്ട് വീണ്ടും മെസ്സേജ് അയക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ ടീച്ചേഴ്സും അതുപോലെ വീട്ടിലുള്ള മുതിർന്നവരും ഒക്കെ ഉണ്ടാവും. ഓരോന്നും വരച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സംശയം തോന്നിയിട്ട് വിളിക്കരുത്. കാരണം ഞാൻ മറ്റ് പല തിരക്കിലുമായിരിക്കും. മെസ്സേജ് അയച്ചാൽ ഞാൻ സമയത്തോടെ മറുപടി പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോൺ ചെയ്യാതിരിക്കുക. പകരം സംശയമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, എന്താണ് സംശയം എന്നുള്ളത്. അപ്പോൾ ഒന്നും കൂടെ നമ്മളെ ചാർട്ടിൻ്റെ തിക്നെസ്സിനെ കുറിച്ച് പറഞ്ഞ് 300 GSM ഉള്ള വൈറ്റ് കട്ടിയുള്ള കാർഡ് ഷീറ്റാണ് വാങ്ങേണ്ടത്. മത്സരത്തിന് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വില കുറഞ്ഞ ഷീറ്റ് ഉപയോഗിക്കാം. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള ജോമെട്രിക്കൽ ചാർട്ട് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് മീറ്റർ സ്കെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വെറും 30 സെന്റിമീറ്റർ പ്ലാസ്റ്റിക് സ്കെയിൽ കൊണ്ടാണ് ഞാനിത് മുഴുവൻ വരച്ചത്. പിന്നെ വരക്കുന്നത് സ്കെച്ച് പെന്നുകൊണ്ടാവരുത്. നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ ബ്ലാക്ക് CD മാർക്കർ കൊണ്ട് വരയ്ക്കുക. ഈ വരകളെല്ലാം ബ്ലാക്ക് CD മാർക്കർ കൊണ്ട് മാത്രമാണ്, സ്കെച്ച് പെന്നുകൊണ്ടല്ലേ. സ്കെച്ച് പെന്നുകൊണ്ടാണ് വരക്കുന്നതെങ്കിൽ കളർ കൊടുക്കുന്ന സമയത്ത് ആ ബ്ലാക്ക് ഇളകി മറ്റുള്ള
ചിത്രം കളറിലേക്കെല്ലാം വന്ന് ചിത്രം കേടാവും. അപ്പോൾ ബ്ലാക്ക് CD മാർക്കർ, പെർമനന്റ് മാർക്കറാണ് ഈ ഗ്രാഫ് വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് കളർ കൊടുക്കാനുള്ള ബ്രഷ് പെന്നാണ്. ബ്രഷ് പെൻ സെറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡോംസിന്റെ ഡാർക്ക് സെറ്റ്, ആ സെറ്റാണ് ഏറ്റവും നല്ല സെറ്റ്. ഞാനത് ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. സംശയമെല്ലാം തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന. പിന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം നടത്തുമ്പോൾ നിങ്ങൾ ഈ വലിയ മീറ്റർ സ്കെയിലും എടുത്ത് പോകണ്ട കേട്ടോ. ചെറിയ സ്കെയിൽ തന്നെ ഇതിന് മതി. മറ്റേ പുതിയ സെറ്റ് എടുത്തിട്ട് മത്സരത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട, പുതിയ സെറ്റിൻ്റെ അകത്ത് മഷി കൂടുതലുണ്ടാവും. പിന്നെ ഇപ്പം ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷം ഈർപ്പം ഉള്ളതാണ്. അതുകൊണ്ട് പിന്നെ മഷി പടരാനുള്ള എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ചാർട്ട് കേടാവാതിരിക്കുക. മറ്റൊന്ന് റൈറ്റപ്പ് എഴുതേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കിയിട്ടാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് മുഴുവൻ നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കുക. അപ്പോഴാണ് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗണിത കാര്യങ്ങളെല്ലാം മനസ്സിലാകുക. ആ കാര്യമാണ് ജഡ്ജസിനോട് പറയേണ്ടത്. ജഡ്ജസിനോട് പറയേണ്ട മുഴുവൻ കാര്യങ്ങളും റൈറ്റപ്പിൽ എഴുതണ്ട. ഏതൊക്കെ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഉദാഹരണത്തിന് LPയിലുള്ള കുട്ടികളാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരോഹണ അവരോഹണ ക്രമം, ആ വാക്ക് മാത്രം മതി. ഒറ്റ സംഖ്യകളുടെ ശ്രേണി, തുടർച്ചയായ ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യകളുടെ പ്രത്യേകത. അതുപോലെ 1, 2, 3, 4, 5, 6 അവിടുന്ന് തിരിച്ച് 1 വരെ വരുമ്പം ആ സംഖ്യകൾ കൂട്ടിയാലുള്ള പ്രത്യേകത എങ്ങനെ കണ്ടെത്തുന്നു, അതിൻ്റെ എളുപ്പവഴി എന്ത്. മറ്റൊന്ന് ഗുണനവസ്തുതകൾ. 6ന്റെ ഗുണനവസ്തുത എങ്ങനെയാണ് ഉണ്ടാകുന്നത്, പട്ടിക എങ്ങനെയാണ് രൂപീകരിക്കുന്നത്. മറ്റൊന്ന് പെരിമീറ്റർ, രൂപത്തിന്റെ ഒരു ചതുർഭുജത്തിന്റെ പെരിമീറ്റർ കാണുന്നത് എങ്ങനെ, 4 വശമുള്ള ഒരു രൂപത്തിന്റെ ചുറ്റളവ് കാണുന്നത് എങ്ങനെ. മറ്റൊന്ന് ഫ്രാക്ഷൻ, ഭിന്നസംഖ്യകൾ, 2-1 കാണിക്കുന്നത് എങ്ങനെ, 4-1, 6-1, 8-1, 12-1, അങ്ങനെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്രയും ചുരുക്കി എഴുതിയാൽ ഇത് റൈറ്റ്. മറ്റൊന്ന് ഇതിന്റെ പേരാണ്. പേര് നിർബന്ധമായിട്ടും നിങ്ങൾ തന്നെ കണ്ടെത്തുക. നിങ്ങളെ സഹായിക്കാൻ രക്ഷിതാക്കളും ടീച്ചേഴ്സും കൂട്ടുകാരും ഒക്കെ ഉണ്ടാവും. പേര് റൈറ്റപ്പ് എങ്ങനെ എഴുതണം ഇതൊന്നും ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യരുത്. ഇതൊക്കെ നിങ്ങളെ കയ്യിൽ തന്ന്. ഓക്കെ, അപ്പോൾ ഒരു ചാർട്ട് നന്നായി വരച്ചാൽ പോരാ, ഏറ്റവും നല്ല രൂപത്തിൽ. ഞാനിപ്പോൾ അവതരിപ്പിച്ച എങ്ങനെയാ, ഓരോ സ്ഥലത്തും തൊട്ട് കാണിച്ചുകൊണ്ടാണ്. കൈ കൊണ്ടൊരിക്കലും തൊടരുത്. ഒന്നുകിൽ ഇങ്ങനത്തെ സ്കെയില് അല്ലെങ്കിൽ നീളമുള്ള പെൻസിൽ എടുക്കുക, പെൻസിൽ കൊണ്ട് തൊട്ട് കാണിക്കുക. ഓക്കെ, അപ്പോൾ പ്രസന്റേഷൻ എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്ന് നന്നായിട്ട് പ്രസന്റ് ചെയ്യുക, അതുപോലെ നന്നായിട്ട് വരയ്ക്കുകയും ചെയ്യുക.